നമ്മുടെ ക്രിസ്ത്യൻ മതവിഭാഗം പള്ളിയിലച്ചന്മാരും പാതിരിമാരും ഈ ഛത്തീസ്ഗഡില് 2 കന്യാസ്ത്രീകളെ പിടിച്ചപ്പോ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളെ മതം മാറ്റത്തിനും മറ്റെന്താ പറയാ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനും ഒക്കെ ആ കുറ്റം ചുമത്തിയിട്ട് ഇവരെ ജയിലിലാക്കിയപ്പോ ഇവിടെ രാജ്യമുടനീളം എന്തൊക്കെയായിരുന്നു മെഴുകുതിരി കൊളുത്തല്, ഇവരുടെ പ്രാർത്ഥനകള്, പ്രതിഷേധ റാലികള്, പ്രതിഷേധ സമരങ്ങള്. കഴിഞ്ഞ ഒരാഴ്ച ആ സംഭവം നടന്ന ഒരാഴ്ചക്കാലം കേരളം, ഇന്ത്യ ആകെ, രാജ്യമാകെ ഇളകി മറിയുകയായിരുന്നു അല്ലേ? പള്ളിയിലച്ചന്മാരും പാതിരിമാരും കന്യാസ്ത്രീകളും ഒക്കെ ഇവിടെ ഇളക്കി മറിയുകയായിരുന്നു. 2 കന്യാസ്ത്രീകളെ അവര് ജയിലിന്റെ ഉള്ളിൽ അവർക്ക് ജപമാല പോലും അവരുടെ കയ്യിൽ കൊടുത്തില്ല. അവരെ പീഡിപ്പിച്ചു, അവരെ ആക്രമിച്ചു. ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരെ ആക്രമിച്ചു. ബജ്രംഗ് പ്രവർത്തകര് അവരെ എന്താ പറയാ ദേഹോപദ്രവം നടത്തിയിട്ടൊന്നുമില്ല, അടിക്കുന്നൊക്കെ പറഞ്ഞു, അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇവർ ചെയ്തത് തനി തോന്നിയാസാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ BJP പ്രവർത്തകരൊക്കെ ഇടപെട്ട് ഇവരെ എന്താ പറയാ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നു. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വോട്ടുകൾ അവർക്കും ആവശ്യമാണ്. അങ്ങനെ ആ ഒരു ദാക്ഷിണ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് രക്ഷപ്പെടുന്നത്, പുറത്തിറങ്ങിപ്പോരുന്നത്. അത് വേറെ കഥ. ഞാൻ സൂചിപ്പിച്ചത് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗം, ഇവിടുത്തെ ക്രിസ്ത്യൻ മതമേലധികാരികൾ ഈ പാവം പെൺകുട്ടി, തങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ലവ് ജിഹാദിന് ഇരയായി എന്നുള്ള പേരിൽ ഒരു ബിഷപ്പ് പോലും പ്രതിഷേധിച്ചിട്ടില്ല, ലവ് ജിഹാദ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താണ് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെയാണ് കേരളം. എല്ലാവരും ഓരോരോ മുഖം മൂടിയിട്ട് നടക്കുകയാണ്. ആർക്കും ആരോടും ഒരു തരത്തിലുള്ള സ്നേഹമോ കരുണയോ ഒന്നുമില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. പ്രീണനം, അടിമ മനോഭാവം, പേടി. ജസ്റ്റ് ഞാനൊരു ഉദാഹരണം മാത്രമാണ് ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത അടിസ്ഥാനമാക്കി പറഞ്ഞത്.